ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് നൊടിയിടയിൽ എങ്ങനെ പെട്ടെന്നൊരു മത്തിക്കറി തേങ്ങ അരച്ച മത്തിക്കറി തയ്യാറാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഈ കറിക്ക് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. മത്തിമീനെല്ലാം ഇവിടെ കഴുകി വൃത്തിയാക്കി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു ജാറിനകത്തോട്ട് ഈ തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊച്ചുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിനകത്തോട്ട് ഒരു നുള്ളു ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2.5 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ വെള്ളം ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ പേസ്റ്റ് രൂപത്തിൽ ഇവിടെ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കറിച്ചട്ടി എടുത്തിട്ടുണ്ട്. കറിച്ചട്ടിയിൽ മീൻകറി വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ്. ഇനി തക്കാളി നീളത്തിന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിക്ക് പകരമായിട്ട് മാങ്ങയും മുരിങ്ങയ്ക്കയും ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ 2 പച്ചമുളക് ഞാൻ നടുവിന് കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എരി കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ പച്ചമുളക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ചട്ടിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്ത് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു പുളി നല്ലതുപോലെ നെവിടി ആ അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് കൈ ഒന്ന് കഴുകിയതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി സ്റ്റൗവിനകത്തോട്ട് വെച്ചിട്ട് നമുക്കിത് ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാലും മതി. അതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറി ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തിമീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊന്ന് തിളച്ച് നല്ലതുപോലെ മീനൊക്കെ ഒന്ന് വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. കറിയൊക്കെ നല്ലതുപോലെ പറ്റി തിളച്ചിവിടെ വന്നിട്ടുണ്ട്. ഇനി ഒരു താളിപ്പ് തയ്യാറാക്കാം. ഇതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അതിനകത്തോട്ട് കടുക് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കൊച്ചുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊച്ചുള്ളി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് കറണ്ട് പോയിട്ട് വന്നതാണ്, അതാണ് ചെറിയൊരു വെട്ടക്കുറവ് തോന്നിക്കുന്നത്. ഇനി കൊച്ചുള്ളി എല്ലാം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം കരിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് താളിപ്പ് നമുക്ക് കറിക്കകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താളിപ്പെല്ലാം അവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് കറിയിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നൊടിയിടയിൽ നമുക്കൊരു മത്തിക്കറി എളുപ്പത്തിന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെയധികം ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തേങ്ങ അരച്ച മത്തിക്കറി കൂട്ടി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അത്രയേ ഉള്ളൂ. ടാറ്റാ.